ഇതൊരു ലോയിഡിൻ്റെ AC ആണ്. ഇൻഡോർ യൂണിറ്റ് ഞങ്ങൾ നോക്കിയപ്പോൾ സർവീസ് ചെയ്യാൻ നോക്കിയാണ്, ബാഗിട്ട് സർവീസ് ചെയ്യാൻ ചെന്നതാണ്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അതായത് തേനീച്ച കൂട് വെച്ചിട്ട് മൊത്തവും ഇത് ഒരു ജെല്ല് പോലെ പശയായി മാറിയിരിക്കുകയാണ് മുഴുവൻ. അപ്പോൾ ഇൻഡോർ അഴിച്ചിട്ട് വയറൊക്കെ പിഞ്ചി പോവാണ്. അപ്പോൾ ഇത് വളരെ റിസ്ക്കുള്ള ഒരു സർവീസാണ്. ഇൻഡോർ യൂണിറ്റെല്ലാം തേനീച്ച കൂട് കെട്ടി അതിൻ്റെ പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ അവസ്ഥ. എന്തായാലും ഞങ്ങളിതിൻ്റെ ഇൻഡോർ യൂണിറ്റ് ഇതൊന്ന് പമ്പ് ഡൗൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് സർവീസ് ചെയ്ത് നോക്കാം, കിട്ടുമെങ്കിൽ കിട്ടുമെന്ന് പറയാം. അപ്പോൾ ഇതൊന്ന് അഴിച്ചിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പമ്പ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇതിൻ്റെ ഡ്രൈനേജ് പാർട്ടെല്ലാം നല്ലപോലെ ബ്ലോക്കായിട്ടുണ്ട്. അതായത് തേനീച്ചയുടെ ആ തേൻ ഒരു ജെല്ല് പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ട് ഒരു ഫെവി ബോണ്ട് പശ പോലെ ഇവിടെ എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഡ്രൈനേജിൻ്റെ അകത്തെല്ലാം ബ്ലോക്കായി. അതുപോലെ തന്നെ സിങ്ക് മോട്ടർ, അതിൻ്റെ മോട്ടറിൻ്റെ ഭാഗത്തെല്ലാം ഈ തേൻ സെറ്റായിട്ട് അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പം മോട്ടർ കറക്റ്റായിട്ട് തിരിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ വയറെല്ലാം പെട്ടെന്ന് പിഞ്ചി പോകുന്ന രീതിയിലാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. വളരെ ഒരു റിസ്ക്കുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, സർവീസ് ചെയ്ത് ലാസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥയെന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ ഓരോരോ പാർട്സായിട്ട് അഴിച്ച് നല്ലപോലെ വാഷ് ചെയ്ത് സർവീസ് ചെയ്ത് ഇപ്പോൾ വെയിലത്ത് ഇത് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ബ്ലോവർ ഫാനും അതുപോലെ തന്നെ അതിൻ്റെ PCBയുടെ ബോക്സ്, അതുപോലെ തന്നെ ഫിൽട്ടർ, എല്ലാ കാര്യങ്ങളും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിലെ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിൻ്റെ PCBയിലൊക്കെ ഈ ജെല്ലുണ്ടായിരുന്നു തേനിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല, അത് ഷോർട്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ വലിയ റിസ്ക് ഉണ്ട്. അപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്രഷിൽ തിന്നർ ഞങ്ങൾ മുക്കിയിട്ട് പയ്യെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ പരമാവധി PCB നല്ലപോലെ തിന്നർ മുക്കി നമ്മൾ ഉരച്ച് തേച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പരമാവധിയൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ കളറ് പോകാൻ സാധ്യത കുറവാണെങ്കിലും PCB നല്ലപോലെ വൃത്തിയാകുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ PCBയിൽ വെള്ളമോ അതുപോലെയുള്ള ഷോർട്ടാകുന്ന കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. തിന്നർ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബോർഡ് ഷോർട്ടാവുകയില്ല, ബോർഡ് നല്ല ക്ലീനും ആകുന്നതാണ്. ഇതിൻ്റെ വയറൊക്കെ കട്ടായി വലിയ റിസ്ക്കുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഇതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. തിരിച്ചിതെല്ലാം റീഫിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലോവർ ഫാനിൻ്റെ മോട്ടർ നല്ല കളറുണ്ട് അതിൻ്റെ, പക്ഷേ അതിൻ്റെ ജെല്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ നീക്കം ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കളറ് ഇങ്ങനെ തന്നെ ആയിരിക്കും, കാര്യം അത് കറയാണ്. അതുപോലെ തന്നെ കൂളിംഗ് കോയിലും എല്ലാം സെറ്റ് ചെയ്തു. ഇനി PCB ഒക്കെ ഫിറ്റ് ചെയ്ത് നമുക്കിത് മുകളിലേക്ക് ഫിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ AC നല്ല റീകണ്ടീഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് സക്സസ് ആയി. അപ്പോൾ നമ്മളിതെല്ലാം ഫിറ്റ് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കൂളിംഗ് ഒക്കെ വന്നു തുടങ്ങി, കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്.